computer maintenance, fdisk command, disk management. fdisk command. fdisk command is used to create and delete partitions on the hard drive in earlier versions of MS-DOS, Windows, and Linux. fdisk command. Fixed disk command എന്നും പറയും. അത് പണ്ട് കാലത്ത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സ്റ്റോക്ക് വരുന്നതിന് മുമ്പ് മൈക്രോസോഫ്റ്റിന്റെ MS-DOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. ആ MS-DOS സോഫ്റ്റ്വെയറിലും വിൻഡോസിലും ലിനക്സിലും ഒക്കെ അതിന്റെ ഏർലിയർ വെർഷൻസിൽ ഒരു ഹാർഡ് ഡിസ്കിൽ പാർട്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പാർട്ടീഷൻസ് ഡിലീറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമാൻഡാണ് fdisk കമാൻഡ്. It is used for the view, create, delete, change, resize, copy and move partitions on a hard drive. ഒരു ഹാർഡ് ഡ്രൈവില് പാർട്ടീഷൻസ് കാണാൻ, വ്യൂ ചെയ്യാൻ, പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ, പാർട്ടീഷൻ ഡിലീറ്റ് ചെയ്യാൻ, പാർട്ടീഷൻ ചേഞ്ച് ചെയ്യാൻ, പാർട്ടീഷന്റെ സൈസ് ചേഞ്ച് ചെയ്യാൻ, റീസൈസ് ചെയ്യാൻ, പാർട്ടീഷൻ കോപ്പി ചെയ്യാൻ, അതേപോലെ പാർട്ടീഷൻ മൂവ് ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വളരെ മെയിൻ്റനൻസ് എയിം ആയിട്ടുള്ള ഒരു കമാൻഡാണ് fdisk കമാൻഡ്. fdisk allows to create a maximum of 4 primary partitions and the number of logical partition depends on the size of the hard disk. fdisk command യൂസ് ചെയ്ത് മാക്സിമം പരമാവധി 4 പാർട്ടീഷൻസ് വരെ ഒരു ഹാർഡ് ഡിസ്കിൽ 4 പാർട്ടീഷൻസ് വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ എത്ര പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേറൊരു കാര്യത്തിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ ഹാർഡ് ഡിസ്കിന്റെ സൈസ്. ഹാർഡ് ഡിസ്കിന്റെ സൈസ് വളരെ ചെറുതാണെങ്കിൽ ചിലപ്പോൾ 4 പാർട്ടീഷൻസ് കഴിയത്തില്ല. കാരണം അന്നത്തെ കാലത്തൊക്കെ ഹാർഡ് ഡിസ്കിന്റെ സൈസ് കുറവായിരുന്നു. അപ്പോൾ പരമാവധി fdisk വെച്ച് മാക്സിമം 4 പാർട്ടീഷൻസ് വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ആ പാർട്ടീഷൻസിന്റെ എത്രമാത്രം പാർട്ടീഷൻസ് ഉണ്ടെന്നുള്ളത്, ലോജിക്കൽ പാർട്ടീഷൻസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് ആ ഹാർഡ് ഡിസ്കിന്റെ സൈസിനെയും ആശ്രയമായിട്ടിരിക്കും. It allows the user to create space for new partition, organizing space for new drives, reorganizing old drives, copying or moving data to new disk and partition. അപ്പോൾ fdisk കമാൻഡ് വെച്ച് യൂസറിന് ഒരു പുതിയ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ ഒരു പുതിയ ഹാർഡ് ഡിസ്കിനകത്ത് സ്പേസ് ഓർഗനൈസ് ചെയ്യാം, പഴയ ഡ്രൈവിനകത്ത് സ്പേസ് റീഓർഗനൈസ് ചെയ്യാം, അതേപോലെ പുതിയ പാർട്ടീഷനിലോട്ട് പഴയ പാർട്ടീഷനിൽ നിന്ന് ഡേറ്റ കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ മൂവ് ചെയ്യാനോ ഒക്കെ ഈ fdisk കമാൻഡ് കൊണ്ട് സാധിക്കും. അപ്പോൾ പണ്ട് കമ്പ്യൂട്ടർ മെയിൻ്റനൻസ് പോയിന്റ് ഓഫ് വ്യൂല് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു കമാൻഡ് ആയിരുന്നു ഈ fdisk കമാൻഡ്. അടുത്ത ഡിസ്ക് മാനേജ്മെന്റ് DM ഇൻ വിൻഡോസ് 7. വിൻഡോസ് 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എങ്ങനെ നമുക്ക് ഡിസ്ക് മാനേജ്മെന്റ് ആക്റ്റീവ് ആക്കാന്നുള്ളതാണ് നോക്കുന്നത്. ഡിസ്ക് മാനേജ്മെന്റ് DM ഇൻ വിൻഡോസ് 7. ഇവിടെ വിൻഡോസ് 7 സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പോപ്പപ്പ് മെനു വരും. ആ സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തു, അപ്പോൾ ഒരു പോപ്പപ്പ് മെനു വരും. ഈ കാണുന്നതാണ് പോപ്പപ്പ് മെനു. ആ പോപ്പപ്പ് മെനുവില് റൈറ്റ് സൈഡിലായിട്ട് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണ്ട് മിഡിൽ ഭാഗത്തായിട്ട് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ദെൻ റൈറ്റ് ക്ലിക്ക് അറ്റ് കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടർ പറഞ്ഞ ഓപ്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ആദ്യം ക്ലിക്ക് ചെയ്തു, പോപ്പപ്പ് മെനു വരും. ആ പോപ്പപ്പ് മെനുവിൽ റൈറ്റ് ഭാഗത്ത് മിഡിലായിട്ട് കമ്പ്യൂട്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ റൈറ്റ് ക്ലിക്ക് മെനു അപ്പിയേഴ്സ്. അപ്പോൾ ഒരു റൈറ്റ് ക്ലിക്ക് മെനു വരും. അതിനകത്ത് മാനേജർ മുകളിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷൻ മാനേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് അറ്റ് മാനേജ്. ആ മാനേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന സ്ക്രീനാണിത്. ദെൻ കമ്പ്യൂട്ടർ മാനേജ്മെന്റ് വിൻഡോസ് അപ്പിയേഴ്സ്. അങ്ങനെ മാനേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പം അടുത്ത സ്ക്രീൻ വരും. എന്ന് പറഞ്ഞാൽ അതൊരു വിൻഡോ ആണ്. കമ്പ്യൂട്ടർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു വിൻഡോ ആണ് അത്. അതിനകത്ത് ഏറ്റവും താഴെയായിട്ട് ഡിസ്ക് മാനേജ്മെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ സ്റ്റോറേജിന്റെ സബ് ഓപ്ഷനായിട്ട് ഡിസ്ക് മാനേജ്മെന്റ്.
ആ ഡിസ്ക് മാനേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വിൻഡോ വരും. ഡിസ്ക് മാനേജ് വിൻഡോ അപ്പിയേഴ്സ് ഷോയിങ് ദി ഡീറ്റെയിൽസ് ഓഫ് വേരിയസ് പാർട്ടീഷൻസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ ഡ്രൈവ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതനുസരിച്ച് സി ഡ്രൈവ് ഉണ്ട്, ഇ ഡ്രൈവ് ഉണ്ട്, ഡി ഡ്രൈവ് ഉണ്ട്, ഇ ഡ്രൈവ് ഉണ്ട്, എഫ് ഡ്രൈവ് ഉണ്ട്, പിന്നെ ഒരു പെൻ ഡ്രൈവ് ഊതിയിട്ടുണ്ട്. അതിൽ ഏത് ടൈപ്പ് ഫയൽ സിസ്റ്റം, ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം NFS. അതിൽ ആ പെൻ ഡ്രൈവിൽ മാത്രം ഫയൽ അലൊക്കേഷൻ ടേബിൾ ഫയൽസ് FAT32. അതിന്റെ ഓരോന്നിന്റെ സ്റ്റാറ്റസ് താഴെ ഗ്രാഫിക്കലായിട്ട് ആ ഓരോന്നിന്റെയും സൈസ് വെച്ച് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആ സി ഡ്രൈവ് 97 GB ആണ്, ഡി ഡ്രൈവ് 277 ആണ്, ഇ 277, F277, ട്രാൻസെൻഡ് 7.55. അങ്ങനെ നമുക്ക് നമ്മളെ ഹാർഡ് ഡിസ്കിനകത്തും പിന്നെ ഇതിനകത്തൊക്കെ ഉള്ള പാർട്ടീഷൻസ് നമുക്ക് വ്യക്തമായിട്ട് അറിയാനൊക്കെ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ക് മാനേജ്മെന്റ് വിൻഡോസ് 7-നകത്തുള്ള ഡിസ്ക് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.